സ്വാമിയെ ശരണമയ്യപ്പ. അതുപോലെ തന്നെ വൃക്ഷലതാദികളും ഈ ചെടികളും പള്ളികളും പൂക്കളും അതേപോലെ വൃക്ഷങ്ങളും ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ അവിടുത്തെ സാമീപ്യം മൃഗങ്ങൾ, വന്യമൃഗങ്ങളുടെ ഒരു വലിയ സഞ്ചയം തന്നെ അവിടെ ഉണ്ട്. നേരിട്ട് എനിക്ക് കുറേ കൂട്ടത്തോടെ ആനകൾ വന്നിട്ടുള്ള അറിവല്ലാതെ മറ്റുള്ള മൃഗങ്ങളുടെ എല്ലാം അതിഘോരമായ ശബ്ദം, ഒരു തമ്മിൽ കടി കൂടുന്ന ശബ്ദങ്ങളൊക്കെ രാത്രി അസമയത്ത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. പക്ഷെ അത് എന്ത് മൃഗമാണെന്ന് പോയി നോക്കാനായിട്ട് 18-ാം പടിക്ക് താഴോട്ട് പോകാനുള്ള ധൈര്യക്കുറവ് കാരണം പോയിരുന്നില്ല. കാരണം അവിടെ പിന്നെ വന്യമൃഗമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചതും അത് ബോധ്യപ്പെട്ടതും, ഞാൻ ഏകദേശം ശബരിമലയിലെ ഒരു വർഷം മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ നട അടച്ചാൽ അവിടുത്തെ വികസനങ്ങളും മറ്റുള്ള കാര്യങ്ങളും തുടങ്ങുന്നത് അടുത്ത മണ്ഡലപൂജയ്ക്ക് ഏകദേശം 2-3 മാസം മുമ്പാണ്. ആ 2-3 മാസം മുമ്പേ എല്ലാ പണിക്കാരും ഒക്കെ അവിടെ വരും. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ ആ തിരുമുറ്റത്ത് താഴെ 18-ാം പടിക്ക് താഴെയായിട്ട് ആ അടിയുടെ അവിടെയൊക്കെ സിമെന്റ് ഇട്ടു, കോൺക്രീറ്റ് ഇട്ടിരുന്ന സ്ഥലത്ത് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, അവിടെ ഏതോ മൃഗത്തിന്റെ പുലിയാണോ കടുവയാണോ എൻ്റെ സിമെന്റിൽ അവൻ ചവിട്ടി ഓടിയിരിക്കുന്നു. അത് കാണാൻ സാധിച്ചു. അപ്പോൾ തലേദിവസം രാത്രിയിലുണ്ടായ ബഹളം എന്തോ വന്യമൃഗമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് കരടിയുണ്ടെന്നാണ് അവിടുത്തെ ഒരു അറിവ്. കരടിയൊക്കെ നേരിട്ട് കണ്ടുള്ള പണിക്കാരുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും വന്യമൃഗങ്ങൾ ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ്. കാരണം അവരുടെ വിസർജ്യ വസ്തുക്കളും അതേപോലെ ഇങ്ങനെയുള്ളതായ തെളിവുകളൊക്കെ അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളും ഭഗവാന്റെ അനുചരന്മാരായിട്ട് ആ സന്നിധിയിൽ തന്നെ ഉണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാക്ഷേത്രം അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു യജ്ഞശാലയാണ് അല്ലെങ്കിൽ ഒരു തപോവനമാണ് ശ്രീ ശബരിഗിരീശ്വർ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അതിശയോക്തിയുമില്ല. രാത്രികാലങ്ങളിലാണല്ലോ കൂടുതൽ ശബ്ദം. പക്ഷേ അത് ഇത്രത്തോളം എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. കാര്യം സന്നിധാനവും പരിസരവും മാത്രമല്ലേ രാത്രികാലങ്ങളിൽ ഈ വൈദ്യുതി ദീപങ്ങളാൽ നമുക്ക് വെട്ടം കിട്ടത്തുള്ളൂ. പക്ഷെ കുറച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതില്ലല്ലോ. അപ്പൊ എവിടെ നിന്നൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെവിടെയാണ്, എന്ത് മൃഗങ്ങളാണെന്ന് വ്യക്തമല്ല. മൃഗങ്ങളുടെ പോലെയിടിയിലും അവരുടെ കർണകഠോരമായ വിളിയും ഒക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ ഏത് ഭാഗത്താണെന്നോ എന്ത് മൃഗമാണെന്നോ കണ്ടുപിടിക്കാനൊക്കത്തില്ല. പരിസരത്തൊക്കെ വന്നാൽ നമുക്ക് കാണാൻ കാര്യം അനവധി ധാരാളം ഇലക്ട്രിസിറ്റി ലൈറ്റുകളുണ്ട്. പരിസരത്തൊക്കെ വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ പരിസരത്ത് ഈ കാട്ടുപന്നികൾ ധാരാളം വരാറുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ എന്തെങ്കിലും മനുഷ്യവാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനൊക്കെ ഇരുട്ടിലേക്ക് ഓടി മറിയുകയും കൂടാണല്ലോ. അവൻ്റെ സുരക്ഷാർത്ഥവും പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വ്യക്തവുമാവില്ല. പക്ഷെ മൃഗങ്ങളുണ്ടെന്നുള്ളത് ഈ ഒലിയിടിലൂടെ അതേപോലെ ഇങ്ങനെയുള്ള തെളിവുകളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. തീർത്ഥാടന കാലം കഴിയുമ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടല്ലോ. കാരണം നമ്മൾ ഭക്തന്മാർ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതായ ഭക്ഷ്യവസ്തുക്കളുണ്ട്, പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളുണ്ട്. ഇതെല്ലാം മിക്കവാറും മകരമാസം നടയടച്ചാൽ പിന്നെ ഏകദേശം ആ ഒരു മാസം 2 രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. ഒന്ന് മൃഗങ്ങളുടെ ഒരുമിച്ചുള്ള ഇറക്കം, രണ്ടാമത് കുറച്ച് കൊതുക് ശല്യമൊക്കെ ആ സമയത്ത് കൂടുതലാണ്. കാരണം ഈ വസ്തുക്കളെല്ലാം കൂടി ഓരോ സ്ഥലത്ത് അന്നത്തെ കാലഘട്ടമാണ്, ഇന്നത്തെ എനിക്കറിയില്ല. അന്നത്തെ ഇതെല്ലാം പല സ്ഥലങ്ങളിൽ കൂടിക്കിടന്ന് അതൊക്കെ അഴുകി അതൊക്കെ ഒരു പരിധി വരെ തീർച്ചയായിട്ടും കൊതുകുകളൊക്കെ വ്യാപിക്കാറുണ്ട്. ആ മകരമാസം കഴിഞ്ഞാൽ കുംഭമാസം വരെ. അത് കഴിഞ്ഞാൽ 2-3 മഴയൊക്കെ പെയ്തതെല്ലാം അവശിഷ്ടങ്ങളെല്ലാം പോയി ശുദ്ധമായി കഴിയുമ്പോൾ പിന്നെ ആ കൊതുകിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് പോകും. ആ സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല. മറ്റേത് ഈ പല രീതിയിലുള്ള മകരവിളക്കിനെ കൊടാനുകൂടി ജനങ്ങളെത്തുന്ന ആ ഭക്തന്മാരുടെ ഈ പൊതിഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, ആഹാരാവശിഷ്ടങ്ങൾ എല്ലാം അവിടെ ഉണ്ടാവും. അതിൻ്റെതായ ബുദ്ധിമുട്ട് ആ സമയത്തുണ്ട്. അപ്പം മൃഗങ്ങൾ ഒരുമിച്ചിറങ്ങും. കാര്യം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് അവർ ഇറങ്ങുന്നത്. ആ സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ശല്യങ്ങൾ തോന്നാറുള്ളത്. അപ്പോൾ പിന്നെ അതിനുശേഷം ഈ പുണ്യം പൂങ്കാവനം പദ്ധതി, മറ്റേ വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി ഒരു പരിധിവരെ അല്ല, നല്ല രീതിയിൽ ശ്ലാഘനീയമായ രീതിയിൽ ഇതിനൊക്കെ ഒരു പരിധി കാണാൻ സാധിച്ചു. കാരണം അത് വൃത്തിയാക്കുന്നതിൽ അവർ കാണിച്ച സേവനം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ ഇപ്പോഴും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഒരു പരിധി വരെ ഇവരുടെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ തിരുമുറ്റത്തുള്ള അവരുടെ ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇഴജന്തുക്കൾ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഇഴജന്തുക്കൾ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഇഴജന്തുക്കളെ കണ്ടാൽ നമ്മൾ വനംവകുപ്പിനെ അറിയിക്കാൻ മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. മേശാന്തി മുറിയിൽ കയറി വന്നിട്ടുണ്ട്. വനത്തിൽ താമസിക്കുന്നതായ വളരെ നീളവും വലിപ്പവും ഉള്ളതായ എന്ത് തരത്തിലുള്ളതായ പാമ്പാണെന്ന് എനിക്കറിയില്ല. അപ്പം അത് പാമ്പാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വനംവകുപ്പിൽ അറിയിക്കുകയും അവരോട് വന്ന് അതിനെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിൽ വെച്ച് ഇതേപോലെ വനത്തിൽ വസിക്കുന്ന ഇഴജന്തുക്കളെ ധാരാളം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോഴും നട തുറന്നിരിക്കുമ്പോഴും പലപ്പോഴും ഈ ഇഴജന്തുക്കൾ ഇവിടെ വരാറുണ്ട്. അയ്യപ്പന്മാരുടെ
ഈ ബഹളത്തിനിടയ്ക്കും വരാറുണ്ട്. അയ്യപ്പന്മാർ വിരിവെക്കുന്ന ഇടത്താവളങ്ങളിലും വിരവെക്കുന്ന ആ വിരിപ്പരകളിലൊക്കെ വന്ന് ഇഴജന്തുക്കളെ കണ്ട് പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടാറുണ്ടല്ലോ ഇപ്പോൾ. ആനക്കൂട്ടത്തോടെ കാണും. കൂട്ടത്തിൽ കൂടുതലും വരുന്നത് പാണ്ടിത്താവളം എന്ന് പറഞ്ഞ് ആ ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു കുഴി ദിവസത്തിന്റെ അവിടെ നിന്നാണ് ആനക്കൂട്ടത്തോടെ വരും. കൂട്ടത്തോടെ നിന്ന് അവിടുത്തെ കുറച്ചൊക്കെ അവൻ ആ പടിയൊക്കെ ഇറങ്ങി കുറെ കഴിയുമ്പോൾ അവൻ തിരിച്ച് അതുവഴി തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് പതിവ്. ഈ കൂട്ടത്തോടെ വരുന്ന ആനകൾക്ക് അവർ അധിക നേരം നിന്ന് അവിടെ കറങ്ങില്ല. കാരണം അവർ കൂട്ടത്തോട് വന്ന് ഒന്ന് കറങ്ങി ഒന്നും കിട്ടില്ല എന്ന് കാണുമ്പോൾ തിരിച്ച് കൂട്ടത്തോടെ അങ്ങ് പോകും. പക്ഷെ ഒറ്റയാനായിട്ടൊക്കെ വരുന്നത് അത് വന്ന് ലക്ഷ്യമില്ലാതെ വരും. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകും എങ്ങനെയാണെന്നും ഒക്കെ ധരിക്കാൻ പറ്റാവുന്നത്. അതിനൊന്നും കൂടുതൽ കാണാനോ അതിൽ നിന്നും ഒന്നും പറ്റിയിരുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ ഒന്നും കാലത്ത് ഈ മൊബൈലൊന്നും ഇത്രത്തോളം പ്രചാരത്തിലില്ല. അപ്പോൾ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ യാതൊരു പരീക്ഷണത്തിനും നമുക്ക് നിൽക്കത്തില്ല. ഇന്നതല്ല, ഇന്നൊരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഫോട്ടോ എടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം വളർന്നുപോയി. അതെല്ലാം ഇപ്പോൾ കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ട്. അത് മാത്രവുമല്ല, പുറം ലോകവുമായിട്ട് ഈ മീഡിയ വഴിയോ അല്ലെങ്കിൽ പുറം ലോകവുമായിട്ട് ഇങ്ങനെയുള്ളതായ സംവിധാനങ്ങളിലൂടെ ബന്ധപ്പെടാൻ സാധിക്കും. എൻ്റെ ഒരു കാലത്ത് ഉണ്ടായത് ഏകദേശം 2010 ശേഷമാണ് ഇത് കൂടുതലായി പ്രചാരത്തിൽ വന്നത്.